ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്ര ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നിലവിൽ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്ന കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി മൂവ് ആവണില്ല എന്ന് പറയുന്നുണ്ട്. അതായത് വണ്ടി ആക്സിഡൻറ്റ് കൊടുത്താലും വണ്ടി മൂവ് ആവാത്തൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. എൻജിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. സെൽഫിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബാറ്ററി തീരെ ഡൗൺ ആയ ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ 2024 ബാറ്ററിയാണ് ഇരിക്കണേ. ആംറോണിൻ്റെ ബാറ്ററിയാണ്. 2024 ബാറ്ററി എന്ന് പറയുമ്പോൾ 2 വർഷം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉള്ളതാണ് ബാറ്ററി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പം നിലവിൽ നമ്മൾ നോക്കുമ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഫുള്ള് ഡെഡായി പോവാം, തീരെ വോൾട്ട് ഇല്ലാത്തൊരവസ്ഥയ്ക്ക്. അപ്പോൾ നമ്മളൊന്ന് ബാറ്ററി ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാറ്ററി ഇങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന് ചാർജ് ഇറങ്ങാം. അങ്ങനെ ബാറ്ററി ചാർജ് ഇറങ്ങാൻ പല കാരണങ്ങളുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണോ അല്ലേ എന്നുള്ള ദിവസം നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ചാർജ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മൂവ് ആവണില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഭാഗം നമ്മൾ അഴിച്ചു നോക്കാം. ക്ലച്ച് സൈഡാണ് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിൽ ഫുള്ള് ഓയിൽ ലീക്കാണ്. ഓയിൽ ലീക്ക് വന്നിട്ട് ബെൽറ്റിൻ്റെയൊക്കെ ഫുള്ള് ഓയിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വലിയ കുറവ് കാണിക്കും, കാരണം ബെൽറ്റ് സ്ലിപ്പായി പോകും. പിന്നെ ഇതുമ്പോൾ കിടക്കണത് ഒറിജിനൽ ബെൽറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് നമുക്ക് കിടക്കണത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അത് ഈ ഇവിടുത്തെ ഓയിൽസീലാണ് പോയേക്കണേ. ഈ ഓയിൽസീൽ പോണേക്കാളും ഉപരി നമ്മൾ വേറൊരു ബാറ്ററി വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി സെൽഫ് എടുക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ സെൽഫ് എടുക്കുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ്റെ സൗണ്ടിൽ മൊത്തത്തിലൊരു വേരിയേഷൻ ഉണ്ട്. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബെൻഡെക്സുമ്പോൾ കയറി ലോഡാകുമ്പോൾ വന്ന സൗണ്ടാണ് അത് കാണിക്കുന്നത് കേട്ടോ. ഈ ബെൻഡെക്സിൻ്റെ ഈ ഭാഗത്ത് ബെൻഡെക്സിൻ്റെ ഈ കപ്പൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയേക്കണതാണ്. അപ്പോൾ ബെൻഡെക്സ് നമുക്ക് തന്നെ മതി. നമുക്ക് ആ രീതിയിൽ അലൈൻമെൻറ്റ് ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഈ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട്, നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പുറമേ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അലൈൻമെൻറ്റ് ചെയ്ത് നോക്കാമെന്നുള്ളൂ. ഇങ്ങനെ കാണിക്കുന്ന കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വീണ്ടും ഇതേപോലെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് എഞ്ചിൻ്റെ ഭാഗമാണ് ഉള്ളിൽ നിന്ന് അഴിച്ച് ക്ലിയർ ചെയ്യാനാണ് പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഞ്ചിനിൽ ഓയിൽ ലെവൽ ഇല്ല, ആകെ കൂടിയുള്ള ഓയിലാണ്. ഇതിപ്പോൾ 200 മില്ലി ഓയിലാണ് കഷ്ടിയുള്ളൂ. 200-250 മില്ലി കഷ്ടിയുള്ളൂ നിലവിൽ ഓയിൽ കേട്ടോ. അപ്പോൾ വണ്ടി ഓയിൽ ലീക്ക് ഉണ്ട്, അതിനേക്കാളും ഒരു ഓയിൽ കത്തിപ്പോണ കംപ്ലയിൻറ്റും ഉണ്ടാവണം, അല്ലാണ്ട് ഇത്ര ഓയിൽ ലെവൽ കുറയില്ല. പിന്നെ വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ഒരുപാട് റേസായിട്ട് നിൽക്കുക, ആക്സിലേറ്റർ കേബിൾ ലോഡായിട്ട് നിൽക്കുക. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടണം, കാരണം ഞാൻ വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ തന്നെ നല്ല റേസിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിലവിൽ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാനുണ്ട്, അതേപോലെ തന്നെ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. ബാറ്ററി ചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. ഈ ക്രാങ്ക് അലൈൻമെൻറ്റ് ചെയ്യാവുന്നത് പുറമേ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ കൂടിയുള്ള ഒരു വർക്കാണ്. അത് അങ്ങനെ ചെയ്താലും റിപ്പീറ്റ് വരാനുള്ള സാധ്യതയുണ്ട്, അത് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരാം.